താമരശ്ശേരിയിലെ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിന്റെ വൻ സംഘർഷമാണിന്നുണ്ടായത്. പ്രതിഷേധം മറികടന്ന് പോകാൻ ശ്രമിച്ച കമ്പനി വാഹനത്തിനും പോലീസിന് നേരെ വലിയ കല്ലേറുണ്ടായി. 5ഓളം കമ്പനി വാഹനങ്ങൾക്ക് തീവെച്ചു. റൂറൽ SP അടക്കം 16 പോലീസുകാർക്കും 27 സമരക്കാർക്കും പരിക്കേറ്റു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതുതായി വരുന്ന വിവരം. ഇന്നൊരു വൈകുന്നേരം ഉണ്ടായ സംഭവങ്ങൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ സംഭവങ്ങളെ പറ്റി ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. മറ്റൊന്ന്, ഇത് ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗമുണ്ട്. ആ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ജനകീയ സമിതി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നുണ്ടായിട്ടുള്ള സമാധാനപരമായ സമരവും അതുപോലത്തെ പോലീസുമായിട്ട് വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്നാണ് ഈ വിഷയം മാറുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ തീർത്തും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് സമഗ്രമായ രൂപത്തിലേക്കുള്ള അന്വേഷണം നടത്തി എന്താണ് ഇതിൻ്റെ പ്രശ്നം സംബന്ധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാലമായി ജനം അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ രൂപത്തിലേക്കുള്ള പരിഹാരം ഉണ്ടാവണം. എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് അറിയില്ല. അവിടെ ഉണ്ടായ പ്രശ്നം ഉണ്ടാവാൻ പാടില്ലാത്ത രൂപത്തിലേക്കുള്ള ചില അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. അധീനം കൊണ്ട് 70 പഞ്ചായത്തും 7 മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷനിലെ മുഴുവൻ മാലിന്യവും കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് അതിരിൽ കൊണ്ടുവന്ന് കോടഞ്ചേരി, ഓമശ്ശേരി, താമരശ്ശേരി, കട്ടിപ്പാറ പഞ്ചായത്തുകളുടെ സംഗമ പ്രദേശത്ത് ഒരു എസ്റ്റേറ്റിൽ പുഴയോട് ചേർന്ന് 50 മീറ്റർ പോലും പുഴ ദൂരമില്ലാത്തടത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. വായു മലിനീകരണം കണ്ടുപിടിക്കാനുള്ള ഒരു മെഷീൻ ഇല്ല എന്നാണ് ഭരണകൂടം പറയുന്നത്. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവിടെ ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. ഈ അധികാരികളെല്ലാം ബോധപൂർവമായി ജനങ്ങളെ അടിച്ചമർത്താൻ നടത്തിയ സമരം തന്നെയാണ്. അവിടെ ജീവിക്കുവാൻ, സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ജനാധിപത്യ രീതിയിലുള്ള സമരമാണ്. അത് കൃത്യമായി SP-യുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ടിയർ ഗ്യാസ് ജനങ്ങളുടെ ഭാഗത്തേക്ക്, സ്ത്രീകളും കുട്ടികളും പ്രായമായവരുടെ ഇടയ്ക്കൊക്കെ ഉണ്ടായത്. അതിനുശേഷം നടന്നത് കിരാതമായ ലാത്തിച്ചാർജാണ്. അതിന്റെ ഭാഗമായാണ് ഇരു കൂട്ടർക്കും പരിക്കേറ്റിട്ടുള്ളത്. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള പോരാട്ടം സമര പോരാളികൾ, അവിടെ ജീവിക്കുന്ന ജനത, അവിടെ നിൽക്കുന്ന പിന്തുണ നൽകുന്ന നേതാക്കൾ ആരും അതിൽ നിന്ന് പിന്നോട്ട് പോകുകയില്ല. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മുഹമ്മദ് ഷഹീദ്, ഒപ്പം കോഴിക്കോട് നിന്ന് KV രാഹുലും വിവരങ്ങൾ വായിച്ചത്. രാഹുൽ, അതിനുമാദ്യം ഷഹീദ് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണല്ലോ ഷഹീദ് ഉള്ളത്. അവിടുത്തെ ഇപ്പോഴത്തെ ആളുകളുടെ പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? രതീഷ്, ഏകദേശം 23ഓളം സമരക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, 17ഓളം പോലീസിനും പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കുമ്മാണയാനുള്ളത്. ഇവിടെയാണ് ആളുകൾ ആദ്യം കൊണ്ടുവന്നത്. ഇവിടെ നിന്ന് മറ്റ് പല ആശുപത്രികളിലേക്കും ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഏകദേശം വടകര റൂറൽ SP ബൈജു ഉൾപ്പെടെയുള്ളവർക്ക്, താമരശ്ശേരി ASI ഉൾപ്പെടെയുള്ള പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായും. റൂറൽ SP-യുടെ പല്ല് ഉൾപ്പെടെയുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രോഷം ജനങ്ങളിൽ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കുറെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായുള്ള ഒരു പ്രതിഷേധവും സമരവുമാണ്. ആ സമരമാണ് ഇന്ന് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. എന്താണെന്ന് നമ്മുടെ സംഭവിച്ചത്? എന്താണ് ജനങ്ങളുടെ രോഷം അടപൊട്ടിയൊഴുകി? കുറേ കാലമായിട്ട് അവർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണിത്. അവരുടെ ജീവവായുവിനും ജീവജലത്തിനും വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത്. ഈ കോഴിക്കോട് ജില്ലയിൽ മൊത്തമായിട്ട് ഉള്ള ഒരു പ്ലാന്റാണിത്. അപ്പം ഇവിടെ വേറെ പ്ലാന്റുകൾ തുടങ്ങിയിട്ട് ഈ ഒരു മാലിന്യ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഭരണകൂടത്തിന്. പക്ഷേ ഭരണകൂടം ഇത്രയും കാലമായിട്ട് ഇവർ സമരം നടത്തിയിട്ട് അതിനെതിരെ വളരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനം സംഭവിച്ചത്. ഇന്ന് പുലർച്ചയ്ക്ക് അവിടെയുള്ള കുറച്ച് നേതാക്കന്മാർ ഇന്ന് സമരം പ്രഖ്യാപിച്ച സമയത്ത് അവരെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് സമരത്തിന് സമയത്ത് അവിടെയുള്ള ഒരു സ്ത്രീക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായി. അവരെ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ മോശമായ രീതിയിലാണ് പോലീസ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ സംഘർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ജനകീയ സമരത്തെ പോലും അടിച്ചമർത്തുന്ന രീതിയിലാണ് നമ്മുടെ പോലീസുകാർ പെരുമാറുന്നത്. അത്രയും വൈകാരികമായിട്ട് പെരുമാറേണ്ട ആവശ്യമൊന്നും പോലീസുകാർക്കില്ല. കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും 4 വർഷമായിട്ട് കുട്ടികൾ പഠനം പോലും മര്യാദയ്ക്ക് സാധ്യമാവാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ 3 പഞ്ചായത്തും ഇതിന്റെ എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല തരത്തില് പല വിധത്തില് ഭരണകൂടത്തെ ഇവർ പല രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു തരത്തിലുള്ള ഒരു സമീപനവും ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഇവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പം പ്രതികരിക്കണമല്ലോ. സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. അപ്പൊ അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രതികരിച്ച സമയത്ത് വളരെ മോശമായ രീതിയിലാണ് പോലീസ് ഇന്ന് അവരോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എന്ത് വില കൊടുത്താലും സമരത്തിൽ നിന്ന് പിന്മാറില്ല നിലപാട് തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും. ഇനി ഇത് ഇത്രയും കാലം ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ സമരം ഏറ്റെടുത്ത് ഈ പരിഷ്കൃത പ്ലാന്റ് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഇവിടെ അടച്ചു നിർത്തുന്ന രീതിയിലേക്ക് ഉള്ള പെരുമാറ്റം
മാർഗ്ഗങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. നിങ്ങൾ പ്രദേശത്തുകാരാണോ? അല്ല, നമ്മൾ നാട്ടിലുള്ള പ്രദേശത്തുകാരാണ്. അത് ശക്തമായിട്ട് ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, അന്വേഷിക്കാൻ വേണ്ടി എന്താണ് പരിക്കേറ്റവരുടെ സ്ഥിതി? അത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ആളുകൾ കുറേ ആളുകളുണ്ട്. അപ്പോൾ പ്രദേശവാസികളായതുകൊണ്ട് അവരെ കുറിച്ച് അന്വേഷിക്കാനും അവരെ നോക്കാനും ഒക്കെ വന്നാണ്. ഈ സംഘർഷം അവിടെ ഒരു തീവപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാം. ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു പോലീസുകാരനെ കൊണ്ടുവരുന്ന ഒരു ആവശ്യമില്ല. ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് വളരെ മോശമായ രീതിയിലാണ് ആ പോലീസിന്റെ വാഹനം കയറി വന്നത്. അപ്പം ഒരു സംഘർഷാവസ്ഥ ഇവിടെ മനഃപൂർവ്വം ഉണ്ട് എന്ന് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. രതീഷ്, ഈ രീതിയിലാണ്, അതായത് കാലങ്ങളായി ജനങ്ങൾ ഈ വിഷയത്തിൽ പരാതികൾ ഉന്നയിക്കുന്നു. പക്ഷേ അത് പരിഹരിക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല, അത് കമ്പനി, അതായത് ഈ ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് ആ കമ്പനിക്ക് അത് സുഗമമായി നടത്താനുള്ള ഒത്താശയാണ് ഈ ഭരണകൂടം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ അല്പസമയം മുമ്പ് പരിസര പ്രദേശത്തുള്ള താമരശ്ശേരി, കട്ടിപ്പാറ, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊക്കെ സംസാരിച്ചിരുന്നു. അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ പരിസര മലിനീകരണം, വായു മലിനീകരണവും ജലമലിനീകരണവും നടക്കുന്നു. ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അത് ലൈസൻസ് തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഇവർക്ക് അവിടെ പ്രവർത്തനാനുമതി എവിടെ നിന്നോ ലഭിക്കുന്നു. ജില്ലാ ഭരണകൂടമോ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഗൗരവമുള്ളൊരു സംഭവമാണ് ഉണ്ടായത്. രാഹുൽ കെ വി നമുക്ക് പോകേണ്ടത്. രാഹുൽ, ഇന്ന് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തിയത്? രതീഷ്, ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റിനെതിരായ നാട്ടുകാരുടെ സമരത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. അതായത് അതിനുശേഷം ഈ വിഷയം ഹൈക്കോടതിയിലടക്കം എത്തിയതാണ്. നേരത്തെ നാട്ടുകാർക്ക് അനുകൂല നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഉപരോധമടക്കം പ്രതിഷേധക്കാർ നടത്തുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ഈ പ്ലാന്റിന് മുൻപിൽ സമരം നടത്തുമെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. അങ്ങനെ ഈ രീതിയിലുള്ള വൻ സംഘർഷത്തിലേക്ക് പോകുമെന്ന് ആരും തന്നെ കണക്കാക്കുകയും ചെയ്തിരുന്നില്ല. ഉച്ചതിരിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് ഈ സംഘർഷത്തിന്റെ, ഈ സമരത്തിന്റെ രീതി മാറുകയും ഈ കാണുന്ന വിധത്തിൽ വലിയ സംഘർഷം, അതായത് നാട്ടുകാർക്ക് നേരെ പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗം, ലാത്തി ചാർജ്, തിരിച്ച് കല്ലേറുമൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പോലീസുകാരെ അവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് ഈ സംഘർഷം വലിയൊരു അവസ്ഥയിലേക്ക് മാറി. ഒരു 4:30 റൂറൽ SP താമരശ്ശേരിയിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ മറ്റൊരു പരിപാടിയിൽ ഞാനടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കൊയിലാണ്ടിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം താമരശ്ശേരിയിൽ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമായി പോകുന്നുവെന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും അതൊരു വലിയ സംഘർഷ ഭൂമിയായി മാറിയിരുന്നു. പോലീസ് ആദ്യമേ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു, ലാത്തി ചാർജ് ഉണ്ടായി. ആ സമയത്താണ് നാട്ടുകാരിലെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സമയത്താണ് പോലീസിന് നേരെ വലിയ രീതിയിൽ കല്ലേറ് ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ കല്ലേറിലാണ് റൂറൽ SP അടക്കം 30-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ ആശുപത്രിയിൽ നിന്നടക്കം അവരോട് സംസാരിച്ച സമയത്ത് അറിയിക്കുന്നത്. ഏതായാലും 40-ലധികം നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായും നിസ്സാരമായും ഒക്കെ പരിക്കേറ്റ ആളുകളുണ്ട്. കോഴിക്കോട് റൂറൽ SP KE ബൈജുവിന്റെ ചുണ്ടിനും അതുപോലെ കാലിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ നടക്കാവിലുള്ള സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. അവിടെ ഇപ്പോൾ SP അടക്കം 3 പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സയിലുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പോലീസുകാർ ചികിത്സയിലുണ്ട്. ഏതായാലും SP സാരമായി പരിക്കുണ്ട്. പല്ലിന് പൊട്ടലുണ്ട് എന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത്. കല്ലുകൊണ്ടാണ്, അതുപോലെ തന്നെ കാലിനും കല്ലേറിലാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. രാഹുൽ കെ വി